വന്നു വന്ന് എന്നെ ഈ കാട്ടിലെ അലവലാതി മൃഗങ്ങൾക്ക് ഒരു വിലയുമില്ലാതായി. ഇങ്ങനെ പോയാൽ ഇവിടെ ജീവിക്കുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. പ്രതിവിധിയായി എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തണം. എന്നിട്ട് പഴയതുപോലെ ഈ കാട്ടിലൊന്നു വിലസണം. എന്തോ നാടേ ഒറ്റയ്ക്കിരുന്ന് ചിന്തിക്കുന്നത്? ഒന്നുമില്ല, വെറുതെ ഇരുന്ന് ബോറടിക്കുന്നു. ആഹാ, അങ്ങനെയാണോ? എന്നാ ഞാൻ നിനക്കൊരു പണി തരാം. എന്തു പണി? നല്ല പ്രതിഫലം കിട്ടുമോ? എനിക്കൊരു ശിങ്കിടിയെ വേണം. നീ ശിങ്കിടിയെ എന്റെ കൂടെ കൂടിക്കോ. പിന്നെ പ്രതിഫലം ഞാൻ പറയുന്നത് അനുസരിക്കാതിരുന്നാൽ പ്രതിഫലം നിന്റെ കവിളത്ത് തന്നോളാം. മനസ്സിലായോ? നല്ല ചുട്ടാടി, കേട്ടോ? നീ ആരോടാണ് സംസാരിക്കുന്നതെന്ന് വല്ല ബോധവുമുണ്ടോ? ഉണ്ടല്ലോ, ഒരു പീറ സിംഹത്തോട്. പണ്ട് ഈ കാട് ഭരിച്ചിരുന്നത് എന്റെ മുത്തച്ഛനായിരുന്നു. എല്ലാ മൃഗങ്ങളും ഭയഭക്തി ബഹുമാനത്തോടെ പെരുമാറിയിരുന്ന കാട്ടുരാജാവിന്റെ കൊച്ചുമകനാണു ഞാൻ. അതു നീ മറക്കണ്ട. അത് നിന്റെ അപ്പൂപ്പനല്ലേ, നീയല്ലല്ലോ. ഇനി മേലാൽ ഇങ്ങനെ സ്വയം പൊക്കി സംസാരിച്ചാൽ നിന്റെ മോന്തയുടെ ഷേപ്പ് ഞാൻ മാറ്റും, പറഞ്ഞേക്കാം. എന്തായത്? ഒരു പട്ടിയുടെ വില പോലും എനിക്ക് കിട്ടുന്നില്ലല്ലോ. ഈ കുറുക്കനോട് ഏറ്റുമുട്ടുന്നത് ബുദ്ധിയല്ല, പരാജയപ്പെട്ടാൽ നാറിപ്പോവും. എന്തോ നാടേ നീ വീണ്ടും ചിന്തിക്കുന്നത്? ശിങ്കിടിയാവാൻ റെഡിയാണോ? നിന്റെ ശിങ്കിടിയാവുന്നതിലും നല്ലത് ചാവുന്നതാ. ഒന്ന് പോയേ ഇവിടുന്ന്. എന്ത് പോവാനോ? ഇത് നിന്റെ തറവാട്ട് സ്വത്തൊന്നും അല്ല. നിനക്ക് എന്റെ അടുത്ത് നിൽക്കാൻ പേടിയാണെങ്കിൽ നീ പോയിക്കോ. കറു കറു കറുത്തൊരു കാടാണ്, കൂടാണ് നമ്മളെ വീടാണ്, കൂട്ടിനുള്ളിൽ കാട്ടിനുള്ളിൽ പാറി നടപ്പാണ്. അതെവിടുന്ന ഒരു കഴുതരാഗം കേൾക്കുന്നേ? ഇത്ര മോശമായി പാട്ട് പാടാൻ ഒരാൾക്ക് മാത്രമേ കഴിയൂ. ആർക്കത്? നമ്മളെ കേളനെ. അത് കൊള്ളാം. ചിന്നൻ കുരുവിയുടെ ശബ്ദമല്ലേ അത്? നീ എവിടേക്കാ? അത് പിന്നെ പുൽക്കൊടിക്കാട്ടിലേക്ക് പോവുകയാണ്. അത് വളരെ ദൂരെയുള്ള കാടല്ലേ, അവിടെ എന്താ പരിപാടി? അപ്പോ നിങ്ങളൊന്നും അറിഞ്ഞില്ലേ? അവിടെ ഒരു വിചിത്ര ജീവി ഇറങ്ങിയിട്ടുണ്ട്. ഞാനൊന്ന് കാണാൻ പോവുകയാണ്. ഓഹോ, എങ്കിൽ ഞങ്ങളും വരുന്നു. ഇത്ര ദൂരെ പോയി ഒരു നോക്ക് കാണാൻ ഞാനെന്താ മോഹൻലാലാണോ? എന്നെ കാണാനാണെങ്കിൽ നിങ്ങൾ ഇത്ര ദൂരം പോവണ്ട, ഞാനിവിടെ ഉണ്ട്. നീയാണോ ആ വിചിത്ര ജീവി? വിചിത്ര എന്നല്ല എന്റെ പേര്, ഐ ആം മർക്കുലസ്. ഇവൻ ആള് കൊള്ളാലോ. അതൊക്കെ പോട്ടെ, നീ എന്താ ഈ കാട്ടിലേക്ക് വന്നത്? എന്റെ കാട്ടിലുള്ള മൃഗങ്ങൾക്ക് ടേസ്റ്റ് കിട്ടുന്നില്ല. ഈ കാട്ടിൽ ഒത്തിരി ചെറു മൃഗങ്ങൾ ഉണ്ടെന്ന് കേട്ടു, അങ്ങനെ വന്നതാ. എന്താ നിന്റെ ഇഷ്ട ഭക്ഷണം? കുറുക്കൻ ഫ്രൈ. അത് പറയുമ്പോ തന്നെ വായില് വെള്ളം ഊറുക. ഫ്രൈയോ? അതെ, ഞാൻ പാചകം ചെയ്തിട്ട് മാത്രമേ കഴിക്കാറുള്ളൂ. മാത്രമല്ല, എല്ലാ മൃഗങ്ങളെയും ഞങ്ങൾക്ക് ഭക്ഷിക്കാൻ കഴിയില്ല. ഓഹോ, അങ്ങനെയാണല്ലേ. എങ്കിൽ ആ ചുടായിപ്പൻ കുറുക്കൻ ഒരു 8ന്റെ പണി കൊടുക്കാനുള്ള അവസരമാണിത്.